ആധാറും വോട്ടർ തിരിച്ചറിയൽ കാർഡും റേഷൻ കാർഡും അംഗീകൃത രേഖയാക്കണമെന്ന സുപ്രീം കോടതി ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിശോധന സ്റ്റേ ചെയ്യില്ല എന്നാണ് ഇപ്പോൾ പുതുതായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. കോടതി പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നേരത്തെ ചോദിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഉയർന്നിരിക്കുന്ന ഈ നീക്കത്തെ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ ചോദ്യങ്ങളായി ഉയർത്തിയിരുന്നു. പക്ഷേ വോട്ടർ പട്ടിക പരിശോധന സ്റ്റേ ചെയ്യില്ല എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. പി ബസന്ത് ഉണ്ട്. ബസന്ത്, എന്താണിപ്പോൾ കോടതി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ശേഷമുള്ള നടപടിക്രമങ്ങൾ? പ്രതീക്ഷ, ഇപ്പോൾ ഏറ്റവും പുതിയ ഉത്തരവ് ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേസ് 28ലേക്ക് മാറ്റിയിട്ടുണ്ട്. വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഇപ്പോൾ ആധാറും റേഷൻ കാർഡും വോട്ടർ തിരിച്ചറിയൽ കാർഡും ഒക്കെ ഈ ബീഹാറിലെ സമഗ്ര വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് ഉപയോഗിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, അതുവരെ ഇത് സ്റ്റേ ചെയ്യരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് അത്തരം ഒരു ഉദ്ദേശമില്ല എന്നാണ് കോടതി പറഞ്ഞത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശശുദ്ധി ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സമയപരിധിക്കുള്ളിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് കോടതിയുടെ ഇത്. ഏതായാലും പരിശോധനയുമായി മുന്നോട്ട് പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമതി നൽകിയിട്ടുണ്ട്. പക്ഷേ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ അതുവരെ അനുമതി ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ജൂലൈ 28-ന് കേസ് കേൾക്കാനാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. പ്രധാനപ്പെട്ട വാദങ്ങൾ, പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിൽ നീക്കം സംബന്ധിച്ച് എന്തൊക്കെയാണെന്ന് കോടതിക്ക് മുൻപാകെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയത്? ബസന്ത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും പറഞ്ഞ ജനപ്രാതിനിധ്യ നിയമത്തിലെ 21(3) പ്രകാരം ഇത്തരമൊരു എക്സസൈസിന് അല്ലെങ്കിൽ ഒരു പ്രക്രിയയ്ക്ക് ഞങ്ങൾക്ക് അവകാശമുണ്ട്. മാത്രമല്ല, വോട്ട് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ വോട്ടർക്ക് വോട്ട് ചെയ്യാൻ അധികാരമുള്ള ആൾക്ക് പൗരനായിരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാന ഘടകം. അങ്ങനെ അല്ലാത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ആധാർ ഇതിനു വേണ്ടിയുള്ള ഒരു രേഖയായി അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ആധാർ ഒരിക്കലും ഒരു പൗരത്വ രേഖയായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതൊരു തിരിച്ചറിയൽ രേഖ മാത്രമാണ് എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട്. ഇത് കോടതി ചോദ്യം ചെയ്തു. കാരണം ആധാർ മറ്റു പല കാര്യങ്ങൾക്കും അംഗീകൃത രേഖയായിട്ട് എടുക്കുന്നുണ്ടല്ലോ എന്ന് കോടതി ചോദിച്ചു. പ്രധാനമായും ജാതി സർട്ടിഫിക്കറ്റ് ആവശ്യമാണെങ്കിൽ ആധാർ പരിഗണിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആധാറിനെ എന്തിനാണ് ഒഴിവാക്കുന്നത്? അത് അംഗീകരിച്ചുകൂടെ എന്നുള്ളൊരു നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എതിർത്തെങ്കിലും ഇപ്പോൾ ഉത്തരവിൽ ജസ്റ്റിസ് ദുലിയ പറഞ്ഞിരിക്കുന്നത് ഇത് ഞങ്ങളത് ഉത്തരവിലെ അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു അനുമതിയായിട്ട് എടുക്കുന്നു. അതായത് പ്രിമാ ഫേസി ഒരു പ്രഥമ ദൃഷ്ടി അത് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള തരത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. അതായത് ആധാർ കാർഡും വോട്ടർ തിരിച്ചറിയൽ കാർഡും റേഷൻ കാർഡും ഒക്കെ ഈ 11 രേഖകളിൽ ഒന്നായി മാറ്റാം. അത് 11 രേഖകൾക്ക് പുറമേ ഉള്ള രേഖകളായി മാറ്റാം എന്നുള്ളതാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചത്.